ഈ ഒരു കാൽ നൂറ്റാണ്ടായി കാണും ശബരി റെയിൽപാതയുടെ കാര്യം പറഞ്ഞു. അതെ, UPA സർക്കാരിൻ്റെ കാലത്ത് മുമ്പോട്ട് വെച്ചതാണ്. ഇപ്പോൾ അതിനൊരു ഉണർവ് വന്നിരിക്കുകയാണ്. ശബരി റെയിൽപാത വരുന്നത് എരുമേലി വരെയാണ്. പിന്നീട് അതിങ്ങോട്ട് ബാലരാമപുരം വിഴിഞ്ഞം വരെ എത്തിക്കാനുള്ള ഒരു ഘട്ടം കൂടി പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ശബരി എന്നുള്ള പേര് നിൽക്കുന്നതുകൊണ്ട് അത് എരുമേലി വരെയാണ്. എരുമേലിയിൽ നിന്ന് ശബരിമലയ്ക്ക് വീണ്ടും 51 കിലോമീറ്റർ. ഈ അവസരത്തിലാണ് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ മുമ്പോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. അതായത് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നൊക്കെ തീർത്ഥാടകർ എത്തി ട്രെയിൻ ഇറങ്ങുന്ന സ്ഥലമാണ് ചെങ്ങന്നൂർ. ഇവിടെ നിന്നൊരു ആകാശപാത പമ്പ വരെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രപ്പോസൽ വെച്ചു. അത് വലിയ സ്ഥലമെടുപ്പ് പ്രശ്നമൊന്നും വരുന്നില്ല. ഒരു 72 കിലോമീറ്റർ വെറും 55 മിനിറ്റ് കൊണ്ട് എത്താം, പമ്പയിലെത്താം. ട്രെയിൻ ഇറങ്ങുന്നു, അടുത്ത ഈ ആകാശപാത ട്രെയിനിലേക്ക് കയറുന്നു, 55 മിനിറ്റ് കൊണ്ട് പമ്പയിലെത്തുന്നു. അപ്പോൾ ആ പേര് കറക്റ്റാണ്, പമ്പ വരെ. ശബരിയാണത്. അവിടെ നിന്ന് പിന്നെ പതിവ് പോലെ പരമ്പരാഗതമായ വഴിയിലൂടെ പോകുന്നു. തിരിച്ചും അതുപോലെ ചെങ്ങന്നൂരിൽ വന്ന് ട്രെയിൻ കയറി ഭക്തർക്ക് മടങ്ങുകയും ചെയ്യാം. പക്ഷേ ആ പദ്ധതി ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും നല്ലൊരു പദ്ധതിയല്ലായിരുന്നു. നല്ലൊരു പദ്ധതിയും കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ട പദ്ധതിയാണ്. ഇതാണ് കേരളത്തിൻ്റെ ഉദാസീനത. എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയുകയും കേന്ദ്രം പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ആയാലും അടുത്ത് ഇവർ അവകാശപ്പെടുന്നു, വരുന്നു, ഇന്നിപ്പോൾ യാത്ര തുടങ്ങി. അവരും പറയുന്നു എല്ലാം മോഹനസുന്ദരം, പുതിയ കേരള സൃഷ്ടിക്കായി. ഈ UDFും LDFും രണ്ടുപേരും യാത്രകൾ നടത്തുകയാണ്. ഇവരല്ലേ ഇവിടെ ഭരിച്ചത്, പിന്നെ എന്തിനാണ് പുതിയൊരു കേരള യാത്ര? ആ ചെയ്ത കാര്യങ്ങൾ അവർ പറയട്ടെ. ഇപ്പോൾ 72 കിലോമീറ്റർ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പാത റെഡിയാക്കുവാൻ സ്ഥലം അക്വസിഷന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തതാണ്. അതിനു മുമ്പേ UPA ഗവൺമെൻറ് ഇരുന്നപ്പോൾ ശ്രമിച്ചതാണ്. ഇതിൻ്റെ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലെ ഭൂമികളെല്ലാം കേരള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളെ കയ്യിലാണ്. ഇവിടുത്തെ കൃഷി, ഏലം, അതുപോലെ തന്നെ ഗ്രാമ്പ്, ശബരി റെയിൽപാത വൈകിയതിൻ്റെ പിന്നിലുള്ള കാര്യം. അതെ, ഈ മലയോര മേഖല ഭൂമി കംപ്ലീറ്റ് ഈ കർഷകരെ രക്ഷിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെയും മറ്റേ CPMൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കൈകളിലാണ്. അവരുടെ മൊത്തത്തിലുള്ള ഭൂമി കീറി മുറിച്ച് പോകാൻ അവരനുവദിക്കുന്നില്ല. ഇവിടുത്തെ ഏക പ്രശ്നമെന്ന് പറയുന്നത് ലാൻഡ് മാഫിയ, ഭൂമാഫിയ, വനമാഫിയ. ഈ 3 മാഫിയകളാണ് കേരളത്തിൻ്റെ ശബരി പാതയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത്. മാണി സാറ് ധനമന്ത്രിയായിരുന്നപ്പോൾ എപ്പോഴും പറയും ശബരി പാതയ്ക്ക് സ്ഥലം അക്വസിഷൻ ചെയ്യും. അവരുടെ ഓരോ ഇടുക്കിയിലും പമ്പയിലും എരുമേലിയിലും റാന്നിയിലും കോന്നിയിലുള്ള അവരുടെ പ്രവർത്തകരുടെ വസ്തുക്കളാണ്. അവരുടെ വസ്തുക്കൾ വിടാൻ തയ്യാറല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. കോന്നിയിലും റാന്നിയിലും എരുമേലിയിലും കേരള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കൾക്ക് ഹ്യൂജ് ഭൂമി പോകും ഈ പാത വരുമ്പോൾ. അപ്പോൾ ഈ 5 വർഷമായിട്ടും കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചിട്ടും 10 വർഷം കൊണ്ടേ പിണറായി ഗവൺമെൻറ് ഇപ്പോൾ സ്ഥലം അക്വസിഷൻ ചെയ്യാം, ഇപ്പം ചെയ്യാം. 14 ഈ 10 വർഷം കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് പോകാനും ശബരി പാതയ്ക്കും 14% ഭൂമി അക്വസിഷന് വേണ്ടി സ്ഥലം കണ്ടെടുത്തിയിട്ടുള്ളൂ. ഈ വ്യക്തികളാണ് തിരുവനന്തപുരത്ത് നിന്ന് മറ്റേ സിൽവർ ലൈന് വേണ്ടി പെട്ടെന്ന് കുറ്റികളിട്ടത്. അവിടെ ഒന്ന് വിരോധാഭാസം അവിടെയാണ്. ഇപ്പോഴ് ഭക്തര് ചെങ്ങന്നൂരിൽ വന്നിറങ്ങിയിട്ട് പമ്പയ്ക്ക് പോകുന്നത് KSRTC ആശ്രയിക്കുക. അവിടെ നിന്ന് ഈ ഒരു 2.5-3 തീർത്ഥാടന കാലത്ത് ഒരു 3-3.5 മണിക്കൂർ വരെ എടുക്കുമെന്നുള്ളതാണ്. ഇതാണ് 55 മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്തുക. ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാൽ പലരും ചോദിക്കും ഈ പാത വലിയ ഉപയോഗമില്ലല്ലോ. പക്ഷേ പമ്പ വരെ സ്ഥിരമായിട്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും പോവുകയോ വരികയോ ചെയ്യാം. ഒരു 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 അത്യാവശ്യത്തിന് ഇതിനിടയ്ക്കുള്ള പ്രദേശങ്ങളിൽ ടൂറിസം സാധ്യതയുള്ള ഇടം കൂടിയാണ്. അതെ, നല്ല ഇടവും
ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരുടെ ഭൂമിക്ക് വാല്യൂ കൂടും. റെയിൽവേ പാത വരുമ്പോൾ, തൊട്ടടുത്ത് സ്റ്റേഷൻ വരുമ്പോൾ, അതിനുള്ള അപ്രോച്ച് റോഡുകൾ ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ മാർക്കറ്റ് വരെയാണ്. വർക്കിൻ്റെ മാർക്കറ്റ് വരും, സ്ഥലം ഡെവലപ്മെൻറ്റ് വരും. അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഈ കേരള കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കൾ ജനങ്ങളോട് തയ്യാറാകുന്നില്ല. ഇത്രയും കാലമായിട്ട് അവിടെ ഒരു നാട്ടുകൂട്ടങ്ങൾ പഞ്ചായത്ത് വിളിക്കുവാൻ തയ്യാറായിട്ടില്ല. അതാണ് അശ്വനി വൈഷ്ണവ്, ബഹുമാനപ്പെട്ട മന്ത്രി, രാജ്യസഭയിൽ പറഞ്ഞത്. നിങ്ങൾ എന്തിനും ഏതിനും കേരളത്തിൽ തരുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ കേരളത്തോട് കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ സ്റ്റേറ്റ് സെൻട്രലിന് കൊടുക്കാൻ തയ്യാറായില്ല. അതിനാണ് ബഹുമാനപ്പെട്ട MP NK പ്രേമചന്ദ്രൻ അടുത്ത കാലത്ത് പറഞ്ഞു, 600 കോടി രൂപയുടെ ESI ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിന് തുല്യമായത് കശുവണ്ടി മേഖലയിലും കൊല്ലത്തുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് അത്യാധുനിക സൗകര്യം വന്നിട്ട് അതിൻ്റെ കേന്ദ്രം ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദ കേരളത്തെ അറിയിച്ചിട്ട് ഇവിടുത്തെ ഒരു വേറെ ചീഫ് സെക്രട്ടറി ആരും വേണ്ട, ഒരു മിനിസ്റ്റർക്ക് ഒരു കത്ത്, ശരി നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ പ്രാരംഭ നടപടിക്ക് ഒരു കമ്മിറ്റിയെ, ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കാം. അതുപോലും ചെയ്തില്ല. വീണ എന്ന് പറയുന്ന നമ്മുടെ കപ്പൽ ആടി ഉലയുന്നില്ല സാർ എന്ന് അസംബ്ലി പറയുന്ന ആ മാഡം എന്താ ചെയ്തത്? മറന്നുപോയി സോറി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തിന് ഇവരൊക്കെയാണ് ഇവിടെ എയിംസ് വേണം, അതിവേഗ പാത വേണം, സിൽവർ ലൈനിന് കേന്ദ്രം പാരവയ്ക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ഓരോ അവസരങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ശ്രമിക്കുമ്പോൾ ഈ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് വരുവാൻ ചേട്ടൻ സൂചിപ്പിച്ച പോലെ 51 കിലോമീറ്റർ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന, ആന്ധ്രയിൽ നിന്ന് വരുന്ന, കർണാടകത്തിൽ നിന്ന് ഭക്തർ ചെങ്ങന്നൂർ വന്ന് ഇടത്താവളമായി. അവർക്ക് പെട്ടെന്ന് 5 മണിക്കൂർ 4 മണിക്കൂർ ബസ്സിലിരിക്കാതെ പമ്പയിലെത്തി ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് മല ചവിട്ടാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ശബരിമലയുടെ വികസനത്തിന് ഇടതുപക്ഷ സർക്കാരിന് താല്പര്യമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണും കാണുന്നതെല്ലാം വൈരുദ്ധ്യാത്മിക ഭൗതികം ആണെന്ന് പറയുന്ന ആധ്യാത്മിക കേന്ദ്രത്തെ വളർത്തുവാൻ ഇവർ തയ്യാറാകുകയില്ല. മെയിൻ ഒരു ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് ശബരിമലയുടെ ഡെവലപ്മെൻറ്റിന് മന്ദീഭവിക്കുന്നത്. ശബരിമല ശ്രീധർമ്മ ശാസ്താവിൻ്റെ കാശ് ഇവർക്ക് പമ്പാ സമ്മേളനം നടത്തുവാനും ആഗോള സംഗമം നടത്തുവാനും ബിരിയാണി കൊടുക്കുവാനും എല്ലാം ഉപയോഗിക്കുക. എത്ര കോടി രൂപയാണ് അതിന് ഉപയോഗിച്ചത്? നമ്മൾ പത്രങ്ങളിൽ ചാനലിൽ കണ്ടു. കസേരകൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് ചിലവാകുന്നത് 700 രൂപയാണ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഉൾപ്പെടെയുള്ളത്. അപ്പോൾ ആകുന്ന അത്ര വികസനത്തിന് സ്ഥലം അക്വസിഷൻ ചെയ്ത് കേന്ദ്രത്തിന് കൊടുക്കാതെ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം കേന്ദ്രത്തിന് കുറ്റം. ഇപ്പോൾ ഈ പാത വരികയാണ് എങ്കിൽ ഒരു പമ്പ എന്ന് പറയുന്ന ആ നല്ല പ്രകൃതി രമണീയമായ ത്രിവേണി സംഗമവും പമ്പയും നമ്മുടെ എരുമേലിയും എല്ലാം വളരൊരു തീർത്ഥാടന കേന്ദ്രമാവും. വാരണാസി പോലെ, പ്രയാഗ് പോലെ, ഇപ്പോൾ നടന്ന നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നടന്ന ആ കുംഭമേള പോലെ. അപ്പോൾ കേരളം ഒരിക്കലും ഭക്തിയിലേക്ക് വരരുത്, ഈശ്വര വിശ്വാസത്തിലേക്ക് വരരുത്. അങ്ങനെ ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും വയ്ക്കുകയാണ് എങ്കിൽ കമ്മ്യൂണിസം ഇല്ലാതാകും, ബംഗാൾ പോലെ, ത്രിപുര പോലെ എന്നുള്ളൊരു അജണ്ടയിലാണ് കേന്ദ്രം പറഞ്ഞിട്ടും, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞിട്ട് പോലും 14% ഭൂമി മാത്രമേ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇവരാണ് സിൽവർ ലൈനിന് വേണ്ടി മുറവിളി കൂട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിൻ്റെ വികസനം ആ ഫെഡറൽ സംവിധാനത്തിൽ വസ്തുവും സ്ഥലവും കണ്ടെടുത്ത് കേന്ദ്രത്തിന് കൊടുക്കേണ്ട ചുമതല പോലും നിർവഹിക്കുക. സാമ്പത്തികം അവർ മുടക്കണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം, 5ാം ഘട്ടം ഉദ്ഘാടനം വിഴിഞ്ഞത്ത് നടത്തുന്നു. ഇത്രയും കണ്ടെയ്നറുകൾ അവിടെ വരുന്നു, 40 TU കണ്ടെയ്നറുകൾ അവിടെ വരും. അത് ട്രാൻസാക്ഷൻ ചെയ്യാൻ റോഡില്ല സാർ. ആ റോഡിന് വേണ്ടിയുള്ള സ്ഥലം ഇതുവരെ അക്വസിഷൻ ചെയ്ത് കൊടുത്തവർക്ക് പ്രമാണം മേടിച്ചു വച്ചിട്ട് 3.5 വർഷമായി. 9 പേര് അതിൽ മരിച്ചു. ഏകദേശം എനിക്കറിയാവുന്നുള്ള 3 വില്ലേജുകളിൽ 80 കല്യാണം മാറ്റിവെച്ചിരിക്കുന്നു. ഇന്നും ആ പ്രമാണം മാറ്റിവെച്ച് വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തികളുണ്ട്. അവർ പലിശയ്ക്ക് പണമെടുത്ത് വാടകകൾ കൊടുക്കുന്നു. ഇവരെന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? കേരളം കേന്ദ്രത്തെ കുറ്റം പറയുന്നു, കേന്ദ്രം കേരളത്തെ കുറ്റം പറയുന്നു. ഇത് ഭരണകർത്താക്കൾ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഇടതുപക്ഷ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഈ ചെങ്ങന്നൂർ ശബരിമല പാതയും വിഴിഞ്ഞം ലിങ്ക് റോഡിനും
സ്ഥലം അക്വസിഷൻ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുത്ത് ആ ഇപ്പോൾ പാരിസ്ഥിതിക അനുമതി ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് വേണ്ട. ഓൾറെഡി ശബരി പാതയ്ക്ക് മാധവ് ഗാഡ്ഗിൽ സാർ ഉള്ളപ്പോഴേ പാരിസ്ഥിതിക അനുമതി കൊടുത്തതുമാണ്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലൊരു സെമിനാർ വന്നപ്പോൾ റെയിൽപാത പോകുന്നതിൽ പാരിസ്ഥിതിക ആഘാതങ്ങളില്ല, മനകൾ വരുന്നെങ്കിൽ തുരങ്കമാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മെട്രോമാൻ ശ്രീധരൻ സാറും ആ പ്രോജക്റ്റ് കൊടുത്തു. സംസ്ഥാന സർക്കാരുമായിട്ട് മെട്രോമാൻ ശ്രീധരൻ സാറുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് ശബരി പാതയ്ക്ക്. എന്നിട്ട് പ്രാഥമിക കർത്തവ്യത്തിന് വേണ്ടി 180 കോടി രൂപ പദ്ധതി അടങ്കൽ തുകയെന്ന് നിർമ്മലാ സീതാരാമൻ സംസ്ഥാന സർക്കാരിൻ്റെ റെയിൽവേ കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് കൊടുത്തു, ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ. പക്ഷേ അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ ചെലവുകൾക്കും പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനും അലൈൻമെൻറ്റിനും വേണ്ടിയാണ്. അതുപോലും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കേരളത്തിൽ എന്ത് വികസനമാണ് ഈ ഇടതുപക്ഷ സർക്കാർ മൂന്നാമതും വരും നമ്മൾ ചെയ്യുമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് നവീനെ പോലുള്ളവർ കേരളത്തിൽ വന്നിട്ട് പറയുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വേണം. അതിന് ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകണം. ജനങ്ങളോട് ചെന്ന് സെമിനാറുകളും കമ്മിറ്റികളും പറയുകയാണെങ്കിൽ അവരുടെ സ്ഥലം വിട്ടുകൊടുക്കും. ഇപ്പോൾ ഒരു സ്ഥലത്തിന് ഗവൺമെൻറ് വാല്യൂ 2 ലക്ഷം രൂപയുണ്ട് എങ്കിൽ പൊന്നും വിലയ്ക്ക് 4 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ഞാനായാലും ചേട്ടനായാലും മാറിക്കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റി നിയോഗിച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ കേന്ദ്രത്തിൽ BJPയും കേരളത്തിൽ BJPക്ക് അനുകൂലമുള്ള ഗവൺമെൻറ്റും വരികയാണെങ്കിൽ മാത്രമേ ഈ റെയിൽവേയും വിഴിഞ്ഞവും എയർപോർട്ടുകളും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പറ്റുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.